So this is my family. Tivu, Richu, my sister ചേച്ചി അളിയൻ ബാലേട്ടൻ അതിന്റെ തൊട്ടപ്പുറത്ത് അപ്പോ സ്വത്ത് ഫേസ് ടിവിയിൽ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ട അതുകൊണ്ട് തല താഴ്ത്തി. ഇതിന്റെ അപ്പുറത്ത് റെഡിട്ടിരിക്കുന്നത് എന്റെ ഏട്ടൻ, തൊട്ടിയപ്പുറത്ത് എന്റെ അമ്മ. സോ ദിസ് ഇസ് മൈ ഫാമിലി. തൊപ്പടെ ചേച്ചി ഉണ്ട് കേട്ടോ, ഏടത്തിയമ്മ ആൻഡ് കുമ്പാടി. പിന്നെ അച്ഛനതാ ഷർട്ട് ഇടാണ്ട് വരുന്നത്. അച്ഛൻ എന്തെങ്കിലും സിനിമയ്ക്ക് വരുന്നില്ല, ഞങ്ങൾ എല്ലാവരും കൂടി പോണ്. സോ കൊച്ചു ഫാമിലിയാണ്. കൊച്ചു ഫാമിലിയായിട്ട് നമ്മൾ വലിയ മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷു ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാൻ പോവുകയാണ്. നമ്മുടെ ടിവുവിന്റെ ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, റിച്ചുവിന്റെയും ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ ആദ്യമായിട്ട് സിനിമ കാണാൻ പോകുന്നതാണ്. അതിന് മുമ്പ് വരെ അവർ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു ടിവിയിൽ മാത്രം സിനിമ കണ്ടിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ കുമ്പാടി അകത്തിരിക്കുകയാണ്. കുമ്പാടി വന്നില്ല, അവൻ കുറച്ചെന്തോ ചീലക്കേട് കാണിക്കുന്നു. ചീലക്കേട് മീൻസ് അവനെന്തോ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ശരിയായിട്ടില്ല. അപ്പൊ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ തിയേറ്ററിലേക്കാണ് പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്ന പടം ഏതാണെന്ന് അറിയാലോ? ആരുടെയാണ്? മമ്മൂട്ടി അങ്കിളിന്റെ. ആരുടെയാടാ വിളിച്ചു പറ? മമ്മൂട്ടി അങ്കിളിന്റെ ബസൂക്ക. കുമ്പാടി വന്നിട്ടേ. ഇത് നമ്മുടെ വലിയമ്മയാണ്. വലിയമ്മ വരുന്നില്ല, വലിയമ്മ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്റെ ഷർട്ടും ടുവിന്റെ ടീഷർട്ടും മാച്ചിങ്. ഞങ്ങൾ എവിടെ പോയാലും തീരും പാമ്പും ആണെങ്കിലും ഞങ്ങൾ ഭയങ്കര മാച്ചിങ് ആട്ടോ. വലിയ കൊട്ടും കാറ്റും മഴയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല അമ്മയ്ക്ക് പേമാരിയ വരാൻ പോകുന്നത്. ചാൻസ് വളരെ കുറവാണ്. സോ എന്തായാലും നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ മമ്മൂക്ക അല്ലെങ്കിൽ ബസൂക്ക നമ്മള് ഈ സിനിമ ചതിക്കും. മറ്റേ ഇതാണ് നമ്മുടെ കൊല്ലംകോട്ടേക്കുള്ള വഴി. രണ്ട് ഭാഗങ്ങളിലെ പാടങ്ങളായിരുന്നു. ഇപ്പൊ പാടങ്ങളൊക്കെ കൊയ്തിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് പാടങ്ങള് നെൽക്കതിരുമ്പൊന്നും കാണാൻ വഴി കഴിയില്ല. അത് കണ്ടൊക്കെ കൊയ്തിരിക്കുന്ന കണ്ടങ്ങൾ കാണുന്നതാണ്. ഒന്നാം കണ്ടം കൊഴുതു മെതിച്ചത് വല്യമ്പ്രാനല്ല എന്നൊക്കെ പറയുന്നത് അതിങ്ങനെയുള്ള കണ്ടങ്ങളാണ്. കണ്ടം എന്താണെന്ന് പോലും അറിയാത്ത മലയാളികളുണ്ട്. ഗൈസ് ഞങ്ങൾ എത്തിയിട്ടോ അവിടെ തിയേറ്ററിൽ എത്തി സേഫായിട്ട്. ചേച്ചിയും അളിയനും സ്വത്തും എത്തിയിട്ടാ, റിച്ചു എത്തി. നാരഞ്ഞു നാരയും മമ്മൂട്ടിയോടെ ഉള്ള അത്രയും പ്രിയമുള്ളതുകൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു സംഭവം. ഭാഗ്യമുണ്ട് ബസൂക്ക് കാണാൻ. മമ്മൂട്ടി നമ്മൾ ചതിച്ചില്ല കേട്ടോ, മമ്മൂട്ടി നമ്മൾ ചതിച്ചില്ല. അപ്പോ ഗൈസ് ഞങ്ങള് ബസൂക്ക് സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് ആ സമയത്ത് പിള്ളേരുടെ അഭിപ്രായം, അതായത് കുമ്പാടിന്റെയും റിച്ചുവിന്റെയും ട്യൂവിന്റെയും അഭിപ്രായം, സിനിമയുടെ അഭിപ്രായം ചോദിക്കാൻ വിട്ടുപോയി. കാരണം പെരും മഴയായിരുന്നു. പിന്നെ സിനിമ കഴിയുമ്പോൾ 8:45. അതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് അവർ കിടന്നുറങ്ങി. ഇന്നലെ നമ്മൾ എവിടെ പോയി? കൊല്ലംകോട് പോയില്ലേ ഒരു സ്ഥലത്ത്? സിനിമ കണ്ടില്ലേ? സിനിമ കണ്ടില്ലേ? മമ്മൂട്ടിന്റെ ഇഷ്ടപ്പെട്ട പോലെ നോക്കിയിട്ട് ഇവിടെ നോക്കിയിട്ട് സ്വത്ത് ചേച്ചിനെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു പറ. ഇഷ്ടപ്പെട്ടു. ട്യൂവിനോ? ഇതിൽ ട്യൂവ് ആയിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ഫുള്ളി എന്ന് കണ്ടത്. സോ അതിന്റെ സസ്പെൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയിലത്തെ ഒരു 20 മിനിറ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല സസ്പെൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ടും ചെയ്യാം. ഇതിൽ വരുന്ന വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റ.